സിമ്പിൾ ഡിസോണയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനും മോളും കൂടെ ഒരു അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഇത് ഞങ്ങൾ നേരത്തെ അങ്ങോട്ട് പോകുന്ന സമയത്ത് എടുക്കേണ്ടിയിരുന്ന വീഡിയോ ആയിരുന്നു. അന്നേരം ഞങ്ങൾ വിചാരിച്ചു നമുക്ക് തിരിച്ചു വരുമ്പോൾ എടുക്കാമെന്ന് ഓർത്തിട്ട് ഞങ്ങൾ അന്നേരം വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അന്നേരം എടുത്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് വിഷ്വൽ അടക്കം എനിക്ക് കാണിച്ചു തരാൻ പറ്റുന്ന ഒരു കാര്യം ഇതിനകത്തുണ്ടായിരുന്നു. ഇപ്പം കഴിഞ്ഞ ഈ വളവിൽ വെച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയ സമയത്ത് ഫ്രണ്ടിൽ നിന്ന് ഒരു വണ്ടി വരുന്നുണ്ട്. ആ വളവായതുകൊണ്ട് നല്ലൊരു വളവാണ് കേട്ടോ. ഇത് ചെറിയ റോഡാണ്, അതായത് ഒരുപാട് വീതിയൊന്നുമില്ല, ചെറിയ റോഡാണ്, എങ്കിലും ഒത്തിരി വളവുകളുണ്ട്. ഈ റോഡിലൂടെ ഞങ്ങൾ അവിടെ ആ നല്ല വളവിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും ഞാൻ ഹോൺ അടിച്ചാണ് പോകുന്നത്. പുറകിൽ വലിയ 2-3 വണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നിന്നും വണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് വരുന്ന വണ്ടി അവർ ഹോൺ അടിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ വരുന്നുണ്ട് എന്ന് ഉറപ്പുള്ള ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ പോയത്. നമ്മുടെ സൈഡ് ചേർന്ന് തന്നെയാണ് പോയത്. അന്നേരം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ആ വളവിൻ്റെ അവിടെ കറക്റ്റ് എത്തിയപ്പോഴത്തേക്കും ഫ്രണ്ടിൽ നിന്ന് ഒരു വണ്ടി ആ വളവിൻ്റെ അടുത്ത് എത്തുകയും പുറകിൽ നിന്ന് വരുന്ന വണ്ടി, അതും അത്യാവശ്യം വലിയൊരു കാറായിരുന്നു, ആ വണ്ടി ഞങ്ങളെ ഓവർടേക്ക് ചെയ്ത് കയറി പോകാൻ തുടങ്ങുകയും ചെയ്യുകയാണ്. അപ്പം സത്യം പറഞ്ഞാൽ എൻ്റെ ഉള്ളൊന്ന് ശരിക്കും ഞാനൊന്ന് പേടിച്ചു എന്ന് വേണേൽ പറയാം. കാരണം കൊച്ചു പുറകിലുണ്ട്, അവരെന്നെ തട്ടിയിട്ടു എന്ന് തന്നെ ഞാൻ വിചാരിച്ചു. അതുപോലെയാണ് അവരെന്നെ ഓവർടേക്ക് ചെയ്ത് കയറിപ്പോയത്. അപ്പുറത്ത് വണ്ടി ഉള്ളത് കൊണ്ട് അവർക്ക് വലത്തേക്ക് കയറാൻ പറ്റത്തില്ലല്ലോ, അപ്പുറത്തുനിന്ന് വണ്ടി കറക്റ്റ് സമയത്ത് അവിടെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരും അവരുടെ ഇടത് സൈഡ് കീപ്പ് ചെയ്ത്. അപ്പം ഇവിടെ ഒരു വണ്ടി പോകുന്നുണ്ട്, അവർക്ക് അത് കുഴപ്പമില്ലായിരിക്കും, തട്ടൂല എന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ എനിക്കെന്താണെന്ന് അറിയത്തില്ല, എനിക്ക് അന്നേരം നല്ലൊരു പേടി തോന്നി കേട്ടോ. അപ്പം നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, അങ്ങനെ ചേർന്നൊക്കെ വണ്ടി പോകുന്ന സമയത്ത് നമ്മളുടെ മനസ്സ് പതറിപ്പോകാതിരിക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ മുമ്പോട്ട് തന്നെ നോക്കി നമ്മുടെ വഴി തന്നെ നോക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് മാത്രമല്ല, ഞാൻ ആ വളവിൻ്റെ അടുത്ത് ഈ ഫുട്പാത്തിൻ്റെ അങ്ങോട്ടേക്ക്, ഈ റോഡ് കഴിഞ്ഞ് ഇപ്പുറത്തേക്കും കുറച്ച് വാർത്തിട്ടിട്ടുണ്ടായിരുന്നു. ഈ വണ്ടി പുറകിൽ ഇങ്ങനെ, പുറകിൽ നല്ല എൻ്റെ ചേർന്ന് ഇങ്ങനെ വന്ന സമയത്ത് ഞാൻ കുറച്ചെനിക്ക് അങ്ങോട്ടേക്ക് വെട്ടിച്ച് അങ്ങോട്ടേക്ക് റോട്ടിൽ നിന്ന് താഴേക്ക് ഇറക്കാനുള്ള ഒരു സ്പേസ് എനിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൂടിയാണ് ഇനി അത് തട്ടാതെ പോയത് എന്നെനിക്കറിയില്ല സത്യത്തിൽ. ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് വെട്ടിച്ച് അങ്ങോട്ടേക്ക് ഇറക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ വണ്ടി നിർത്തുമോ അങ്ങനെ ഒന്നും ചെയ്തില്ല, അവരങ്ങ് പോയി. കാരണം തട്ടിയോ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ സാധാരണയാണ് അങ്ങനെയൊക്കെ പോകുന്നത്. എങ്കിലും നമ്മളെ പോലെയുള്ള എല്ലാവർക്കും അതൊക്കെ കാണുമ്പം, അല്ലെ നമ്മുടെ തൊട്ടടുത്ത് ഇങ്ങനെ വന്നിങ്ങനെ ചേർന്ന് അല്ലെ ഒരഞ്ഞു പോകുന്നത്, അതൊക്കെ ഭയങ്കര പേടിയുള്ള കൂട്ടത്തിലാണ്. എനിക്ക് പേടിയാണ് കേട്ടോ. ഒന്ന് നമ്മൾ തന്നെയല്ല ഓടിക്കുന്ന കുഞ്ഞുങ്ങളോ അല്ലെ നമ്മളെ വിശ്വസിച്ച് നമ്മുടെ കൂടെ വരുന്ന വേറെ ആൾക്കാരും ഒക്കെ ഉണ്ടാവും. അപ്പം ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമല്ലേ. എന്താ പറയുക, എനിക്ക് അതിപ്പോൾ ആര് കയറിയിരുന്നാലും, ഇപ്പം നമ്മൾ തന്നെയാണല്ലോ, നമുക്ക് തന്നെ എന്ത് പറ്റിയാലും നമ്മളെ നോക്കേണ്ട വീട്ടുകാരാണ്. അപ്പോൾ അവർക്ക് നമ്മൾ മൂലം വീണ്ടും ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ വീട്ടുകാർക്കും എല്ലാവർക്കും അതുമൂലം പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അപ്പം നമ്മളെയും തട്ടിയിട്ടാൽ നമ്മൾ തന്നെയാണേലും തട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയെങ്കിലും വീണ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എഴുന്നേക്കാനും പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ട് വളവുകളിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഓവർടേക്ക് ചെയ്യാൻ നിൽക്കരുത്. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് വരുന്ന വഴിയിൽ നിന്ന്, ആ ഫ്രണ്ട് വശം നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സ്ഥലത്ത് വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം, ബാക്കിൽ നിന്ന് അതുപോലെ വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ ഓവർടേക്ക് ചെയ്ത് കയറി പോകാൻ പാടുള്ളൂ. അല്ലാതെ വളവുകളിൽ ഒരിക്കലും, അതുപോലെ തന്നെ വീതി കുറഞ്ഞ റോഡുകളിലും പെട്ടെന്ന് തന്നെ നമുക്ക് ഓവർടേക്ക് ചെയ്ത് കയറി പോകാം, അല്ലെ പുറകിലല്ലേ വണ്ടി ഉള്ളത്, അത് കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ഓവർടേക്ക് ചെയ്ത് കയറി പോകാം എന്ന് വിചാരിച്ച് കയറി പോകരുത് കേട്ടോ. ഇത് എൻ്റെ ഒരു അനുഭവമാണ്, അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.